ഗുഡ് ഈവനിങ് എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. പറ്റാവുന്ന ആളുകളൊക്കെ ഇന്ന് തന്നെ വീഡിയോയിൽ വരികയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് പരസ്പരം കണ്ടും മിണ്ടിയും ഒക്കെ അങ്ങനെ സംസാരിച്ചു പോവാം. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ എല്ലാവരും വീഡിയോയിൽ വരുന്നത് ഏറെ സന്തോഷകരമാണ്. എനിവേ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എൻ്റെ ചില കേസ് അനുഭവങ്ങളാണ്. കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ഈ ഒരു മനഃശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് കുട്ടികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉള്ള കേസ് അനുഭവങ്ങളാണ് ഇങ്ങനെ ഒരു മോഡ്യൂള് സെറ്റ് ചെയ്യുന്നതിലേക്ക് എന്നെ ലീഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോഴാണ് നേരത്തെ സൗണ്ട് പോയത് എന്നാണ് എൻ്റെ ഓർമ്മ. റൈറ്റ്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ ഒരു കോഴ്സിൻ്റെ മോഡ്യൂളിലേക്ക് നമ്മൾ പോവുകയാണ്. ആർട്ട് ആൻഡ് സയൻസ് ഓഫ് പാരൻറ്റിങ്, ഈ ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുന്നതിനും അതിൻ്റെ ഒരു ചർച്ചയിലേക്ക് വരുന്നതിനും കാരണമായ ചില ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് വരാമെന്നാണ് കരുതുന്നത്. ഒരു 4 മാസം മുമ്പ് ഒരു രക്ഷിതാവ് +1 പഠിക്കുന്ന ഒരു കുട്ടിയെയും കൂട്ടി കൗൺസിലിങ്ങിന് വന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇതാണ്: എനിക്കൊന്നും പറയാനില്ല, സാറ് മോനോട് സംസാരിക്കണം. അധ്യാപകർ പറഞ്ഞിരിക്കുന്നത് സ്കൂളിൽ നിന്ന് TC വാങ്ങി പോകാൻ വേണ്ടിയാണ്. എൻ്റെ മോനോട് എനിക്ക് TC വാങ്ങാനും പറയാനാവില്ല, വാങ്ങണ്ട എന്നും പറയാനാവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. ഏകദേശം ഒരു 40-48 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ നിന്ന് കരയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പ്രയാസമുണ്ടല്ലോ. അങ്ങനെ അദ്ദേഹത്തോട് അതിൻ്റെ കാര്യങ്ങളിലേക്കും കാരണങ്ങളിലേക്കുമൊക്കെ ചോദിച്ചു വന്നപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിലേക്ക് മോൻ തീരുമാനിക്കട്ടെ കാര്യങ്ങൾ എന്നുള്ളിടത്തേക്ക് എത്തിയതെന്ന് അദ്ദേഹം പറയണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മൂത്ത മോൻ കാരണം അദ്ദേഹത്തിന് 3 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇതേപോലെ അവൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്ത് രക്ഷിതാവിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞു. ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഇപ്പോൾ രണ്ടാമത്തെ മോൻ അതേപോലെ ഒരു പ്രശ്നം വന്ന സമയത്ത് പിന്നെ ഇങ്ങനൊരു കൗൺസിലിങ്ങിന് കൂട്ടി വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ മോനോട് TC വാങ്ങാൻ പറയില്ല, അതുപോലെ തന്നെ എൻ്റെ മോനോട് പഠിക്കണമെന്നും ഞാൻ പറയില്ല, എന്ത് പറയാനും എനിക്ക് പേടിയാണ് ഒരനുഭവത്തിൽ വന്നതുകൊണ്ട്. നല്ലൊരു ബിസിനസ്സുകാരൻ കൂടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ വരെ മാനസികമായിട്ട് ഈ ഒരു തളർച്ച, ജയിലിൽ കിടക്കുകയും മക്കൾ വഴി സംഭവിക്കുകയും ചെയ്തപ്പം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ഇതുപോലെയുള്ള സമാന സ്വഭാവത്തിലുള്ള കുറേ കേസുകൾ, കുറേ അനുഭവങ്ങളാണ് ഇതുപോലൊരു മോഡ്യൂൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പാരൻറ്റിങ്ങിൽ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ പാരൻറ്റിങ് രീതികൾ മാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ പാരൻറ്റിങ് രീതികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ള തോന്നലിൽ നിന്നാണ് ഒരുപാട് അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തതിൻ്റെ പിറകിലുള്ള ഒരു ഒരൊറ്റ അനുഭവം മാത്രം, ഒരുപാട് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു അനുഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ മോഡ്യൂളിലേക്ക് വരികയാണ്. റൈറ്റ്. അപ്പം നമ്മൾ ഇന്ന് ഒരു 1-2 പാരൻറ്റിങ് തോട്ടുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഈ കോഴ്സിലെ എല്ലാ മോഡ്യൂളുകളും ഇങ്ങനെ പാരൻറ്റിങ് തോട്ടുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിലീവ് ഇൻ യുവർ ചിൽഡ്രൻ ആൻഡ് ദേ വിൽ ബിലീവ് ഇൻ ദംസെൽവ്സ് ടു എന്ന് പറയുന്ന ബിക്കി റീസിൻ്റെ ഒരു കോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ പറയുമ്പോൾ എത്രത്തോളം നമ്മളുടെ മക്കളെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിലെ ചില കാര്യങ്ങൾ പാരൻറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില പാരൻറ്റിങ് തോട്ടുകൾ വെച്ചുകൊണ്ടാണ് എല്ലാ മോഡ്യൂളുകളും ഈ കോഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റൊന്ന്,
എന്നെ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പത്രവാർത്തയാണത്. 6ാം ക്ലാസ്സുകാർക്കും സിവിൽ സർവീസ് കോച്ചിങ് എന്ന് പഠിച്ചുകൊണ്ട് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. നമ്മൾ ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടികളാണുള്ളത്. ഈ കുട്ടികൾ കയ്യോ കാലോ വളരുന്നത് എന്നത് നോക്കുന്നതോടൊപ്പം തന്നെ അവർ എത്രത്തോളം വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലെത്തുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ എവിടെ എത്തിക്കണം എന്നുള്ള ഒരുപാട് വല്ലാത്ത ചിന്തയുമായിട്ടാണ് ഓരോ രക്ഷിതാവും അവരുടെ മക്കളെ വളർത്തുന്നത്. ആ ഒരു സമയത്ത് ചില സ്ഥാപനങ്ങൾ ചില ടെസ്റ്റുകളുടെ പേരിൽ, അതേപോലെ തന്നെ ചില കോച്ചിങ്ങുകളുടെ പേരിൽ രക്ഷിതാക്കളിൽ നിന്ന് വലിയ പണം ഈടാക്കുകയും വളരെ ചെറിയ പ്രായത്തിലെ തന്നെ അത്തരം കോച്ചിങ്ങുകളിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി രക്ഷിതാക്കൾ ഇപ്പോൾ വിളിച്ചു ചോദിക്കാറുണ്ട്, ഈ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ കുട്ടിയെ എന്ത് ചെയ്യണം? ഇപ്പോൾ രക്ഷിതാക്കൾക്ക് ഒരുപാട് അറിവുകൾ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇതുപോലുള്ള ചില പത്രവാർത്തകൾ, ചില കാര്യങ്ങളും ഒക്കെയും തന്നെ ഇങ്ങനെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ കോഴ്സിലേക്ക് വരികയാണ്, കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഈ കോഴ്സ് ഡിസൈൻ ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു 2 മിനിറ്റ് ഇൻട്രാക്ഷൻ ആയാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന്, ചില ആളുകളുടെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ കേൾക്കണമെന്ന് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പാരൻറ്റിങ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതിൽ നിങ്ങളുടെ കുറച്ച് ആളുകളുടെ അടുത്തു നിന്ന് ഒരു അഭിപ്രായം കേൾക്കണമെന്ന് താല്പര്യമുണ്ട്. സാധാരണ പാരൻറ്റിങ് ക്ലാസ്സിൽ നമ്മൾ മുമ്പ് നേരത്തെ പാരൻറ്റിങ് ക്ലാസ്സൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിൽ നല്ല പാരൻറ്റിങ് ട്രെയിനേഴ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഡോക്ടർ അബ്ദുള്ളക്കുട്ടി സാറെ പോലുള്ള ആളുകളൊക്കെ ഇതിൽ കൃത്യമായി ട്രെയിനേഴ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ പണ്ട് പാരൻറ്റിങ് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യം, ഒരു സംഗതി ഉണ്ടായിരുന്നു. എന്തിനാണ് പാരൻറ്റിങ്ങിന് ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യം? നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ഇതുപോലെ വല്ല ട്രെയിനിങ്ങും കിട്ടിയിട്ടാണോ നമ്മളെയൊക്കെ വളർത്തിയത് എന്നുള്ള കുറേ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യത്തോട് എന്തുകൊണ്ടാണ് പാരൻറ്റിങ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വളരെ കൂടുതൽ പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള, ഇപ്പോൾ US പാരൻറ്റിങ്ങിൽ മാത്രം 2 ഇയേഴ്സ് കോഴ്സുകളൊക്കെ നടത്തുന്നുണ്ട്. പാരൻറ്റിങ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 1-2 എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ഒരു 1-2 പേർക്ക് നമുക്ക് എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പാരൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാവുന്നത് എന്നൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ 1-2 ആളുകളുടെ ശബ്ദം ഒന്ന് കേൾക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. സാർ അബ്ദുൽ അസീസാണ്, കേൾക്കുന്നുണ്ടോ? ഓ അസീസ് സാർ പറയാം. സാറിനെ കണ്ട സന്തോഷം, കുറെ നമ്മൾ കണ്ടിട്ട് അല്ലേ? ഓക്കെ കുറേ ആയി നമ്മൾ കണ്ടിട്ട്. സാർ, ഇപ്പൊ ഞാൻ ഒബ്സർവ് ചെയ്തതും കുറെ കേസുകൾ വരുന്നതൊക്കെ, ആ, ഈ നമ്മൾ ഭയം എന്നത് പാടില്ല. മാതാപിതാക്കൾ മക്കളെയും, മക്കള് മാതാപിതാക്കളെയും. പക്ഷേ കുറച്ച് അടുത്ത കാലത്തായി സാർ പറഞ്ഞ പോലെ മാതാപിതാക്കള് മക്കളെ ഭയക്കുന്ന ഒരു സാഹചര്യം ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചിട്ടുണ്ട്. യെസ്. അപ്പൊ എനിക്ക് തോന്നുന്നത്, എന്റെ തോട്ടാണ് സാർ, ചിലപ്പോൾ റോങ് ആയിരിക്കാം. പിന്നെ അപ്പോൾ മാതാപിതാക്കളുടെ ഭാഗം സേഫ് ആകണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലൂടെ ചില മാതാപിതാക്കള് കുട്ടികളെ അങ്ങനെ വളർത്തിയാൽ എനിക്ക് സേഫായി ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്താഗതി ഇപ്പൊ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കാം എൻ്റെ മക്കളെ എൻ്റെ ഭാഗം സേഫാക്കി, ഞാൻ മരിക്കണ വരെയും സേഫായി ഞാൻ ജീവിക്കണം എന്നതുകൊണ്ട് എൻ്റെ മക്കളെ അങ്ങനെ വളർത്തണം എന്നുള്ള ചിന്താഗതി വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ മക്കൾക്ക് നല്ലൊരു പാരന്റിങ് കൊടുക്കണമെന്നുള്ള ചിന്താഗതി വരാനുള്ള കാരണം എന്നാണ് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ചില കേസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ അസീസ് സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വേറെ എന്തെങ്കിലും തോട്ടുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടതുണ്ടോ? എനിക്കതിൽ കൃത്യമായിട്ടൊരു ദുരുദ്ദേശമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ബാക്കിയുള്ള മോഡ്യൂളുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തോട്ടുകൾ, അതേപോലെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്നുള്ള ദുരുദ്ദേശമല്ല, സതുദ്ദേശമാണ്. ഞാൻ പറയട്ടെ, ഷബീർ പറയട്ടെ. ഓക്കെ പ്ലീസ്. ഷബീർ. ഷബീർ ഭായ് പറയും. ഓക്കെ, അതായത് നമ്മളിപ്പോ അനുഭവിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ കുട്ടികൾ പുതിയ അവസ്ഥയിലാണ് ജീവിക്കുന്നത്.
ഉം. പഴയ കാലത്ത് അതിന്റെ മീൻസ് മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് കുറവായിരുന്നു. ഉം. അവരുടെ സ്കൂള്, അവരുടെ മേഖലകൾ, അതിലൊക്കെ താമസിച്ചിരുന്നത്. കൂടാതെ അപ്പൊ ഇപ്പോഴത്തെ ഈ ഇൻഫ്ലുവൻസ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് മറ്റതൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വന്നപ്പം അവരും നമ്മളുടെ കൺട്രോളിൽ വരുന്നില്ല നമുക്കൊരു തോന്നല് പാരന്റ്സിന്. ഉം. പിന്നെ ഈ ഒന്നാമത് അനുഭവ പാഠങ്ങളില്ലാതെ, കാരണം എല്ലാത്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് യെസ് നമ്മളെ കച്ചവടത്തെ പഠിക്കുന്നുണ്ട്, വീടുണ്ടാക്കുന്നതിനെ പറ്റി, അന്വേഷിച്ച് ഒരു പർച്ചേസിനെ പറ്റി പഠിക്കുന്നുണ്ട്, എന്തും പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ലൈഫിനെ പറ്റി പൊതുവെ അങ്ങനെ ആയി ഒരു കല്യാണം കഴിക്കാനുള്ള എലിജിബിലിറ്റി എന്താന്ന് പറഞ്ഞാൽ കുറച്ച് സാമ്പത്തിക ശേഷി, ഒരു ചെറിയ അത്യാവശ്യം നമ്മളൊരു ഒരു പെണ്ണിനെ വീട്ടുകാരെ കൂടി ആലോചിക്കുകയും ചെയ്യുന്നു, നമ്മൾ കല്യാണം കഴിക്കുന്നത്. കല്യാണമൊക്കെ കഴിച്ചത് നല്ല തന്നെ, പക്ഷെ നല്ല കുടുംബത്തിനൊക്കെ ആയിരിക്കും കല്യാണം കഴിച്ചത്. പക്ഷെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ അറിയാത്തതിന്റെ ഒരു പോരായ്മ ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് കാരണം നമ്മളെ ഭാര്യനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോട് എങ്ങനെ കൈകാര്യം ചെയ്യണം, പ്രായം വർദ്ധിക്കും തോറും നമ്മളെ കുട്ടികളാകുമ്പോൾ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ ഉള്ളതിന്റെ ഇത്. രണ്ടാമത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മൊത്തത്തിൽ നമ്മളുടെ കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളുടെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഏഷ്യൻ കൾച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെങ്കിൽ നമ്മളെ ഒരു 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 എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു പാരന്റ് സ്റ്റൈലാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. എല്ലാത്തിനും ഇടപെടും, എല്ലാത്തിനും കൺട്രോൾ ചെയ്യാം. ഇതിന്റെ അഭാവത്തിൽ നമ്മൾ കുട്ടികളോട് വല്ലാതെ രീതിയിൽ ഹാർഷായിട്ട് ചിലപ്പോൾ ഇടപെട്ട് പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇതിനൊരു പഠനം അത്യാവശ്യമാണല്ലോ. യെസ്, നമുക്ക് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു പാരന്റിങ്ങിൽ ട്രെയിനിങ് ഒന്നും കിട്ടാതെയാണ് പലപ്പോഴും നമ്മൾ പാരന്റ്സ് ആയിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ പാരന്റ്സ് ആയി കഴിഞ്ഞിട്ടെങ്കിലും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പഠിച്ചെങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ ലൈഫ് ഹാപ്പി ആവുന്ന പോലെ നമ്മുടെ മക്കളെ ലൈഫ്, നമ്മളും നമ്മുടെ മക്കളുമായിട്ട് ഒരു കോൺഗ്രുവൻസ് വേണമല്ലോ. യെസ്, അത് ശരിയാവണമെങ്കിൽ നമ്മൾ ഇത് എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കണം. എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യമായിട്ടുള്ളത് പഠിച്ചിരിക്കണമല്ലോ, അല്ലെങ്കിൽ വളരെ അബദ്ധത്തിലേക്കില്ല പോകും. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു പേര് കൊടുത്തത്. കാരണം ഒരു ആർട്ടും സയൻസും, നമ്മളതിൻ്റെ സയൻസ് പഠിക്കണം, അറ്റ് ദ സെയിം ടൈം അതൊരു ആർട്ടായിട്ട് കൈകാര്യം ചെയ്യാൻ കൂടി പഠിക്കേണ്ടതുണ്ട്. വെറും സയൻസ് നമ്മൾ ആയിട്ട് കാര്യമില്ല, അതേപോലെ തന്നെ വെറും ആർട്ടായിട്ടും കാര്യമില്ല. ഇത് രണ്ടും കൂടി നന്നായിട്ട് പരസ്പര പൂരിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് എത്തിയാലായിരിക്കും ഒരുപക്ഷെ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട്. ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ, ചില പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ വരും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 2 തലത്തിൽ ഇതിൻ്റെ അനുഭവം എനിക്കുണ്ട്. ഒന്ന് പിന്നെ കൗൺസിലർ എന്ന നിലയിൽ, രണ്ടാമത് ടീച്ചർ എന്ന നിലയിൽ. ഡെയിലി എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോഴാണ് ഇങ്ങനൊരു കോഴ്സിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കാൻ കാരണമായത്. ഏതെങ്കിലും ലേഡീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമൻറ്റ് കേൾക്കാമോ? നമ്മളിതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ ഈ ഒരു പാരൻറ്റിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം അതൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന നിലക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളത് ഏതെങ്കിലും ഒരു ലേഡി പാർട്ടിസിപ്പൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് കേൾക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ, നിഷാന. കേൾക്കാം. എന്റെ പേര് നിഷാന, കോഴിക്കോട് നിന്നാണ്. ആസ് എ പാരന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മള് ബേബി ബർത്ത് മുതൽ ഒരു പാരന്റ് കൂടെ ജനിക്കുകയാണല്ലോ. അതിനെപ്പറ്റി തന്നെ പാരന്റ് എന്ന് പറയുമ്പോൾ 2 പേർക്കും കൊടുക്കേണ്ട ഒരു അവയർനെസ്, ഇതൊരു മദറിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി എന്ന നിലയ്ക്ക് പല ഫാമിലിയിലും കാണാറുണ്ട്. അപ്പൊ ശരിക്കും പാരന്റിങ് 2 പേരുടെയും കൂടിയും ജോലിയാണ്. ജോലിയായി തന്നെ റെസ്പോൺസിബിലിറ്റി സാറ് പറഞ്ഞാൽ ഇതിലൊരു ആർട്ടും സയൻസും ഉണ്ട് എന്നുള്ളത് കൺവേ ചെയ്യേണ്ട ഒരു അത്യാവശ്യം ഉണ്ട്. പിന്നെ ഈ മാറുന്ന വെരി ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ടെക്നോളജിയിലൊക്കെ പോകുന്ന മക്കളെ എങ്ങനെയാണ് സാർ പറഞ്ഞ പോലെ നമ്മളെ കൈപ്പിടിയിൽ ഒതുക്കേണ്ടത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് ഇത് പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ കിട്ടാതെ നമ്മൾ അവരെ പിന്നാലെ ഓടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാതെ ആ ഒരു ഇമോഷണൽ ബോണ്ടും, നമ്മൾ പറഞ്ഞാലും ഇപ്പൊ ഈ കൗൺസിലറെ അടുത്തോ മറ്റു ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ കുട്ടികൾ പോയി പറയുമ്പോൾ ഇത്രയും വർഷം വളർത്തിയ പാരന്റ്സിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റാത്തത് എന്തോ അവർ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനൊക്കെ ഇത് വളരെ അത്യാവശ്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത് ഒരു കോഴ്സായിട്ട് തന്നെ കൊടുക്കുമ്പോൾ നമ്മളിതിന് ലീസ്റ്റ് ബോധറേഷൻ ആണ് കൊടുക്കുന്നത്. ചില ആളുകൾ കോഴ്സ് അറ്റൻഡ് ചെയ്താലും
അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്താലും അതിനെ പോലെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ടൈം ആയിരിക്കും, ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റാത്തതായിട്ടും പല പല പ്രശ്നങ്ങളും കാണാം. യെസ്. ഇതിനൊരു നീഡ് ഉണ്ട് സൊസൈറ്റിയിൽ. ഓക്കെ, താങ്ക് യു നിഷാന. നിഷാന ഒരു സ്കൂൾ കൗൺസിലർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽപ്പെട്ട കുറേ സംഗതികൾ നേരിട്ട് അനുഭവിക്കാൻ, കാണാൻ ഒരു രക്ഷിതാവ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റ് രക്ഷിതാക്കളിൽ നിന്നുള്ള കാര്യങ്ങൾ കൂടി പരിചയം ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് മാതാവിൻ്റെ മാത്രം. നമുക്കറിയാലോ, ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു പാരൻറ്റിങ് മീറ്റ് വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അമ്മമാരെ പറഞ്ഞേക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പം ഞങ്ങൾ പലപ്പോഴും അച്ഛന്മാർ തന്നെ വരണമെന്ന് വാശി പിടിച്ചിട്ട് ചിലപ്പോൾ മീറ്റിങ്ങിന് നിർബന്ധിച്ച് വരുത്തുന്നുണ്ട്. ഇപ്പോഴത്തെ കുറച്ച് അടുത്ത കാലത്ത് ചില പ്രത്യേക സംഗതികൾ ചർച്ച ചെയ്യേണ്ടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ അമ്മമാരെ പറഞ്ഞു വിടുന്നത് രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ കോഴ്സിൻ്റെ മോഡ്യൂളുകൾ ഡിസൈൻ ചെയ്ത സമയത്ത് ആ രീതിയിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഏർലി പാരൻറ്റിങ്, സ്കൂൾ ഏജ് പാരൻറ്റിങ്, ഏതൊക്കെ ഏജിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ പാരൻസിൻ്റെ പിതാവിൻ്റെ ഭാഗത്തുനിന്ന് മാതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളത് കൂടി ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ എന്നോട് റെസ്പോണ്ട് ചെയ്ത എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാണ്. കാരണം ഇനിയും റെസ്പോൺസിലേക്ക് പോയാൽ നമുക്ക് മറ്റുള്ളവർക്ക് അസ്വസ്ഥത വരും. മാത്രമല്ല നമുക്ക് മോഡ്യൂൾ തീർക്കാൻ കഴിയാത്ത അവസ്ഥയും വരും. അതുകൊണ്ട് തൽക്കാലം മറ്റൊരവസരത്തിൽ ഇതിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് വീണ്ടും ഇൻട്രാക്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവുകയാണ്. റൈറ്റ്. അപ്പോൾ എന്തുകൊണ്ട് പാരൻറ്റിങ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പാരൻറ്റിങ്ങിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെറിയ പ്രായം മുതൽ നമ്മൾ ഏകദേശം 18 വയസ്സ് വരെയുള്ള സമയത്ത്, പ്രത്യേകിച്ചും കൗമാരപ്രായത്തിൽ ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പാരൻറ്റിങ് ഇന്ന്. അതിൻ്റെ മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മളെക്കാൾ കൂടുതൽ കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഇന്ന് നന്നായിട്ട് അറിയാം. വളരെ ചെറിയ കുട്ടികൾ വരെ രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന ഒത്തിരി കഥകൾ ഇപ്പോൾ പാരൻസിൻ്റെ അടുത്തുനിന്ന് കേൾക്കാറുണ്ട്. എന്തായാലും നമ്മൾ ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ തോന്നുന്നു. ഒരു വളരെ വേഗത്തിൽ കുറച്ച് ചിത്രങ്ങൾ ഞാൻ നിങ്ങളെങ്ങനെ കാണിച്ചു പോവുകയാണ്. അത് കാണിക്കുന്നതിന് എനിക്കൊരു ഉദ്ദേശമുണ്ട്. അവസാന ഭാഗത്ത് അത് പറയാം. ഈ ഒരു ചിത്രങ്ങൾ കാണിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പൊതുവെ ന്യൂജൻ എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലപ്പോഴും നമ്മുടെ കുട്ടികൾ പറയുന്നൊരു വാക്ക് രക്ഷിതാക്കളെ പറ്റി പഴഞ്ചന്മാരെന്നാണ്. ന്യൂജൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ പഴഞ്ചനായി മാറിയിട്ടുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ. മാത്രമല്ല തന്ത വൈബും തള്ള വൈബും അമ്മാവൻ വൈബും ഒക്കെ സർവ്വസാധാരണമായിട്ട് കുട്ടികളെന്ന് ഉപയോഗിക്കും. നമ്മൾ എന്തെങ്കിലും ഉപദേശിക്കാൻ പോയാൽ അവർ പറയുന്ന വാക്ക് തന്ത വൈബ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും കാര്യത്തിലൂടെ സ്നേഹപൂർവ്വം ഉപദേശിക്കാൻ പോയാൽ അവർ പറയുന്നത് തള്ള വൈബ് എന്നുള്ളതാണ്. ഞങ്ങളെപ്പോലുള്ള അധ്യാപകർ ഈ കൗമാരപ്രായത്തിലുണ്ടാവുന്ന പ്രണയത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയുന്നത് അമ്മാവൻ വൈബ് എന്നുള്ള ഇതാണ്. എന്തായാലും നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. കാരണം ഈ സമയത്ത് അവരെ നമ്മളിപ്പോൾ പറയുന്ന വാക്ക് കണ്ണാപ്പി വൈബ് എന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. അല്ല, ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുട്ടികൾ ഇത്തരത്തിൽപ്പെട്ട കുസൃതിയൊക്കെ കാണിക്കുന്ന സമയത്ത് കണ്ണാപ്പി വൈബ് എന്ന് അവരോട് നമ്മൾ തിരിച്ചു പറയുന്ന സമയത്ത് അവർക്ക് ഇപ്പോൾ ഭയങ്കര അതിൻ്റേതായ ഒരു ചമ്മൽ അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു പ്രശ്നമൊക്കെ അവരിൽ നമുക്ക് കാണാനുണ്ട്. ഏതായാലും ആരോ ഒരാൾ കണ്ടുപിടിച്ച ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാക്കാണ് കണ്ണാപ്പി വൈബ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തുണ്ടായതൊന്നുമല്ല. നമ്മൾ കുട്ടികളായിരുന്ന സമയത്തും നമ്മൾ ആ കാലഘട്ടത്തിൽ അപ്ഡേറ്റഡ് ആയിരുന്നു. നമ്മുടെ രക്ഷിതാക്കൾ ആ കാലത്തിൽ നമ്മുടെ അത്ര അപ്ഡേറ്റഡ് ആയിരുന്നില്ല. അതുപോലെ തന്നെയാണ് രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ ഇപ്പോൾ നമ്മളുടെ മക്കളുടെ അത്ര അപ്ഡേറ്റഡ് അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ചിലപ്പോഴെങ്കിലും രക്ഷിതാക്കൾക്ക് ഇല്ലാതെ പോകുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നിടത്താണ് പാരൻറ്റിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ന്യൂജൻ എന്ന് പറയുന്നത് ഇപ്പോൾ കൗമാരക്കാരിൽ മാത്രമല്ല, വളരെ ചെറിയ കുട്ടികളിൽ വരെ
ഇപ്പോൾ നേരത്തെയൊക്കെ കൗമാരപ്രായത്തിൽ മാത്രമാണ് രക്ഷിതാക്കളുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു രക്ഷിതാവ് വിളിച്ചു ചോദിച്ചത്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ രക്ഷിതാവ് വിളിച്ചു ചോദിച്ചത്, മോളോട് എന്ത് പറഞ്ഞാലും മോള് പറയുന്നത് ഞാൻ ചൈൽഡ് ലൈനിനെ വിളിക്കുമെന്നുള്ളതാണ്. ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒറ്റയ്ക്ക് ഒരു ആൺകുട്ടിയോടൊപ്പം, അവളുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു ആൺകുട്ടിയോടൊപ്പം കോഴിക്കോട് ഒരു മാളിൽ കറങ്ങി നടന്ന വിവരം ടീച്ചർ വീട്ടിൽ അറിയിച്ചപ്പം വീട്ടുകാർ ഇതിനെപ്പറ്റി ചോദിച്ചപ്പം മോള് പറഞ്ഞ കമൻ്റ് ഇതാണ്, എന്നോട് അധികം പറയാൻ പോയാൽ ഞാൻ ചൈൽഡ് ലൈനിനെ വിളിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, കൗമാരപ്രായത്തിലേക്ക് എത്താനാവുന്നേയുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ലോകം, ഇങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട് ന്യൂജന്. അപ്പോൾ ഇത്തരം ആളുകളെയാണ് ഇന്ന് രക്ഷിതാക്കൾ ഡീല് ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ ആയുധം നമ്മൾ പഴയ കാലത്ത് ഉപയോഗിച്ചതുപോലുള്ള പല സംഗതികളും ഉപയോഗിച്ചാൽ പോരാ എന്നുള്ളിടത്തേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. കുറച്ചുകൂടി സൈക്കോളജിക്കലായിട്ടുള്ള ടൂൾസ് ഇഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ചില ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വരുന്നു, മറ്റൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചിത്രം എത്ര പേര് ഓർക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ചിലതൊന്നും ചിലർ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല. ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. എൻ്റെ പ്രായത്തിലുള്ളവരും എന്നേക്കാൾ കുറച്ചുകൂടി പ്രായം കുറഞ്ഞവരൊക്കെ ഇത് ഓർക്കുന്നുണ്ടാവും. ചിലപ്പോൾ ന്യൂജൻ രക്ഷിതാക്കൾ ചിലപ്പോൾ ഇത് ഓർക്കുന്നുണ്ടാവില്ല. ഇങ്ങനെയുള്ള ചില സംഗതികളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇതുപോലെ നമ്മൾ വെള്ളം കോരിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇതുപോലെ വായിച്ചിരുന്ന ഞാനൊക്കെ ഇതുപോലെ വായിച്ചിട്ടുള്ളതാണ്. വിളക്ക് കത്തിച്ചുകൊണ്ട് വായിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പഴയ കാലത്തെ സോഷ്യൽ മീഡിയ ഇതായിരുന്നു. എല്ലാവരും കൂടി പേനെടുത്ത് നാട്ടിലെ കഥകൾ പറഞ്ഞുകൊണ്ട് സ്ത്രീകളും രാവിലെ ചായ കുടിക്കാനിറങ്ങി പീടികയിൽ നിന്ന് വിവരങ്ങൾ കൈമാറി പുരുഷന്മാരും അന്നത്തെ സോഷ്യൽ മീഡിയ ഈ രൂപത്തിലായിരുന്നു. ഇതുപോലെയായിരുന്നു ആളുകളെന്ന് ചുമട് എടുത്തുകൊണ്ട് ദീർഘദൂരം സഞ്ചരിച്ചിരുന്നു. ഞാൻ ഇത് കാണിക്കുന്നതിൻ്റെ കാരണത്തിലേക്ക് ഞാൻ വരാം. ഇതുപോലെയായിരുന്നു പണ്ട് നമ്മൾ അടുപ്പ് ഉപയോഗിച്ചൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അടുപ്പ് ഇങ്ങനെ ഊതിക്കത്തിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു കുഴൽ ഉപയോഗിച്ച കാലം മെല്ലെ അതിൽ നിന്ന് മാറി നമ്മൾ ഇതുപോലെയുള്ള സംഗതികൾ ഉപയോഗിച്ചതിൽ നിന്ന് ഈ ചിത്രമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത്, ഇതുപോലുള്ള സംഗതികൾ നമ്മൾ ഉപയോഗിച്ചത്, അവിടുന്ന് നമ്മൾ മാറിയിട്ടുള്ള മാറ്റങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ തലമുറക്കൊരു ഗുണമുണ്ടല്ലോ. ഇപ്പം ഒരു 30s അല്ലെങ്കിൽ 30s 40s 50s ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകളാണ്. അതുപോലെ തന്നെ നമുക്ക് കാലഘട്ടത്തിൻ്റെ ടെക്നോളജിയുടെ മാറ്റം കാണാൻ ഭാഗ്യം കിട്ടിയ ആളുകളാണ് അല്ലേ. ഇതുപോലെ പഴയതും പുതിയതുമായിട്ടുള്ള, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇങ്ങനെയൊരു കാലം കുട്ടികൾക്കുണ്ടായിരുന്നു പണ്ട്. സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഗതികളൊക്കെ നമ്മൾ അന്ന് നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. നമ്മൾ പാട്ട് കേട്ടിരുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ ഇങ്ങനെ മാറി വീണ്ടും ആ മാറ്റം, ഇതുപോലുള്ള ഫോണൊക്കെ ചെയ്ത് ട്രങ്ക് കോളൊക്കെ കാത്തിരുന്നത് ഓർമ്മ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നമ്മൾ ടെക്നോളജിയുടെ സകല സാധ്യതകളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം മാറി എന്നുള്ളത് ഈ ചിത്രങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രായം ചെന്ന ആളുകൾ വരെ എത്രത്തോളം മാറി എന്നുള്ളത് അല്ലേ. ചില വാട്സപ്പ് മെസ്സേജുകളാണിത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാണ്. പണ്ട് നമ്മൾ കളിച്ചിരുന്നതിന് പകരം ഈ രീതിയിലൊക്കെയാണ്. ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പണ്ട് നമ്മൾ പേടിപ്പിക്കാൻ ആരെങ്കിലും വരും എന്ന് ഭക്ഷണം കൊടുത്തിരുന്നത്, ഇന്ന് അത് കഴിച്ചില്ലെങ്കിൽ വൈഫൈൻ്റെ പാസ്വേഡ് മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോഴാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് നമ്മൾ മാറിയ സമയത്ത്, പിന്നെ ഈ ഒരു ചിത്രം കാണിച്ചതിൻ്റെ കാരണത്തിലേക്ക് ഞാൻ വരാം. വളരെ വേഗത്തിലാണ് കാണിച്ചു പോയത്. അതൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ ചിത്രങ്ങൾ കാണിച്ചത്. ഇപ്പം നമ്മളോട് പഴയ പോലെ ചിരട്ട കത്തിച്ച് ഇസ്തിരി ഇടണമെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമോ? അല്ലെങ്കിൽ കിണറിൽ പോയിട്ട് വെള്ളം കോരി നമ്മൾ വീട്ടിലേക്ക് വെള്ളം കൊണ്ടുവരണം എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമോ? അതല്ലെങ്കിൽ ഇപ്പം നമ്മളോട് പഴയ പോലെ
അടുപ്പിൽ തീ കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമോ? അതുപോലെ തന്നെയാണ് പഴയ പാരൻറ്റിങ് സ്റ്റൈലുകൾ, പഴയ പാരൻറ്റിങ് രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം. ഞാൻ ഈ ചിത്രങ്ങൾ കാണിച്ചതിൻ്റെ ഞാൻ ഡിസ്കഷനിലേക്ക് വരുന്നില്ല വീണ്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്. ഇൻ ബിറ്റ്വീൻ നമുക്ക് സൗണ്ടിൻ്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് കുറച്ച് സമയം അവിടെ മിസ്സായല്ലോ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് വീണ്ടും ഡിസ്കഷനിലേക്ക് വരാതെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ പഴയ ഒരു കാലത്തിലേക്ക് നമ്മൾ ഇന്ന് പറഞ്ഞാൽ പറയുന്ന ആളോട് നമ്മൾ മിക്കവാറും പോയി പണി നോക്കാൻ പറയും. കാരണം ഇന്നത്തെ സൗകര്യങ്ങൾ നമ്മളും ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മളെ വളർത്തിയതുപോലെ നമ്മളുടെ മക്കൾ വളരണമെന്ന് നമ്മൾ വാശി പിടിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അതിന് മെനക്കെട്ടാൽ ഉണ്ടാവുന്ന റിസൾട്ടും ഏകദേശം അതുപോലെ തന്നെയായിരിക്കും. ഇപ്പോൾ പൊതുവെ 2001 ശേഷം ജനിച്ച കുട്ടികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. 2013 ശേഷം ജനിച്ച കുട്ടികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. 2001 ശേഷം ജനിച്ച കുട്ടികളെ പറയുന്നത് ടെക്നിക്കൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള കുട്ടികൾ എന്നുള്ളതാണ്. നമുക്കറിയാലോ, അവർ ടെക്നോളജി ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു സൗണ്ടിൽ പ്രശ്നം വന്ന സമയത്ത് ഞാൻ കളിച്ചിട്ട് നടക്കാതെ വന്നപ്പം മോനെ വിളിച്ചപ്പം അവൻ സെക്കൻഡുകൾ കൊണ്ട് അത് ഓക്കെ ആക്കി. ഞാനായിരുന്നു ഇത് സൗണ്ട് ഇതാക്കാൻ, പക്ഷേ ഈ ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമയം കഴിഞ്ഞാലും അത് നേരെയാവണമെന്നില്ല. അവൻ എവിടേക്കോ എന്തൊക്കെയോ ചെയ്തു, വളരെ വേഗത്തിൽ അത് ഓക്കെ ആക്കി തന്നു. കാരണം അവർ ടെക്നോളജിയുടെ ഒരു ലോകത്തേക്കാണ് ജനിച്ചു വീണത്, ടെക്നോളജിയിലാണ് ജീവിക്കുന്നത്. തമാശക്ക് പറയാറുണ്ട്, പ്രസവിച്ച ഉടനെ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് പകരം മൊബൈൽ കയ്യിൽ കൊടുത്താൽ കുട്ടി തോണ്ടുമെന്ന് പറയാറുണ്ട്, മൊബൈലിൽ തോണ്ടുമെന്ന് പറയാറുണ്ട്. കാരണം അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മൊബൈൽ ഉപയോഗിച്ച ഒരു തലമുറയിലുള്ള കുട്ടി ജനിക്കുമ്പോൾ അവൻ ടെക്നിക്കൽ വേൾഡിലേക്കാണ് ജനിച്ചു വീഴുന്നത്. നമുക്കാണെങ്കിൽ ഇപ്പോഴും നമുക്ക് എന്ന് പറയുന്നത് വളരെ ചെറിയ, ഇപ്പോൾ യങ് ആയിട്ടുള്ള പാരൻസിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, കുറച്ചുകൂടി ഈ ഒരു കുറച്ചുകൂടി ഓൾഡായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 30s-ൻ്റെയും 40s-ൻ്റെയും 50s-ലും ഒക്കെ നിൽക്കുന്ന പാരൻസ് ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണത്. മക്കൾ എപ്പോഴും ടെക്നോളജിയുടെ പിറകെയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ്. പക്ഷേ എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരിതിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2001 ശേഷം ജനിച്ച കുട്ടികളെ നമ്മൾ അതുവരെ പോലുള്ള കുട്ടികളെ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ അറ്റൻഷൻ സ്പാന് കുറവാണ് എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് പഠനത്തിൽ പറയുന്ന ഒരു കാര്യം, 8 സെക്കൻഡ് മുതൽ 5 മിനിറ്റ് വരെയൊക്കെയാണ് ഒരു കുട്ടിയുടെ അറ്റൻഷൻ സ്പാൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളൊരു കുട്ടിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ആദ്യം പറയുന്ന 1-2 ചീത്ത ആ കുട്ടിയുടെ ഉള്ളിലേക്ക് പോകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ സ്കോൾഡ് ചെയ്യുകയാണെങ്കിൽ പോലും, നിങ്ങൾ എന്ത് പറയുകയാണെങ്കിൽ പോലും ആദ്യം പറയുന്ന 1-2 കാര്യങ്ങൾ അല്ലെങ്കിൽ 1-2 സെൻറ്റൻസുകൾ മാത്രമാണ് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് പോകുന്നത്. പിന്നെ അവൻ ഡിസ്ട്രാക്റ്റഡ് ആണ്. അവൻ്റെ ഉള്ളിലേക്ക് ആ പറയുന്ന കാര്യങ്ങളൊന്നും അവൻ എടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ അറ്റൻഷൻ സ്പാന് വളരെ 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 കുറവാണ്. പ്രത്യേകിച്ചും 2013 ശേഷം വന്നിട്ടുള്ള ആൽഫ ജനറേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ജനറേഷനിലേക്ക് വരുന്ന സമയത്ത് അറ്റൻഷൻ സ്പാന് വളരെ വളരെ കുറയുന്നു എന്നുള്ളതാണ്. അങ്ങോട്ട് പറയുന്നതൊന്നും കേൾക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ സോക്കോൾഡ് ഇതുവരെ പറഞ്ഞ രീതിയിൽ അധ്യാപകരോ രക്ഷിതാക്കളോ പറയുന്നതൊന്നും കേൾക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മക്കൾ മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് അവർ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെക്കാൾ വ്യത്യസ്തമായിട്ട് അവർ മറ്റൊരു തലത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു മാറ്റം നമ്മൾ നേരത്തെ കണ്ട ചിത്രങ്ങളിൽ നിന്ന്, നമ്മൾ പഴയ ചിത്രങ്ങളിൽ നിന്ന് പുതിയ ചിത്രങ്ങളിലേക്ക് നമ്മൾ മാറിയത് പോലെ നമ്മുടെ പാരൻറ്റിങ് സ്റ്റൈലിലും പാരൻറ്റിങ്ങിൻ്റെ ഇടപെടലുകളിലും മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള ചിന്തയിൽ നിന്നുകൂടിയാണ് ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് ആലോചിച്ചതും അത് ഡിസൈൻ ചെയ്തതും. ഈ ചേഞ്ച് വളരെ വലിയ മാറ്റങ്ങളാണ്. അപ്പോൾ വൈ പാരൻറ്റിങ് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫാമിലിയുടെ സിസ്റ്റം മാറി. ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറി നമ്മൾ. ന്യൂക്ലിയർ ഫാമിലിയെ നേരത്തെ നമുക്ക് അമ്മ തല്ലിയാൽ തലോടാൻ വല്യമ്മ ഉണ്ടായിരുന്നു.
അച്ഛൻ ചീത്ത പറഞ്ഞാൽ സമാധാനിപ്പിക്കാൻ വല്യച്ഛനുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുട്ടിക്ക് കളിക്കാൻ ആ വീട്ടിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറി എന്ന് മാത്രമല്ല, നമ്മുടെ പാരൻസ് രണ്ടുപേരും ജോലിക്കാരായിട്ട് മാറുകയും ചെയ്തു. ജോലിക്കാരായിട്ട് മാറിയപ്പോൾ തന്നെ ജോലി സ്ഥലത്തെ സ്ട്രെസ്സും വീട്ടിലെ സ്ട്രെസ്സും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടിയെ കേൾക്കാനോ കുട്ടിക്ക് പറയാനോ അവസരമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കുടുംബാന്തരീക്ഷം മാറിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊരു രക്ഷിതാവ് പറഞ്ഞത്, കോവിഡിന് ശേഷം എൻ്റെ മക്കളോട് മിണ്ടാൻ പലപ്പോഴും പറ്റാറില്ല. കാരണം അവരെന്താണെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന അവർ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഗൂഗിൾ ഫോമുകൾ ഫില്ല് ചെയ്ത് അയക്കേണ്ടതുണ്ട്. പലപ്പോഴും ഗൂഗിൾ മീറ്റ് വഴിയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. നേരത്തെ കോവിഡ് വരെയുള്ള സമയത്ത് അവർ പറഞ്ഞത്, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓഫീസിലെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നില്ല, പിന്നെ പിറ്റേന്ന് വീട്ടിലെത്തിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇന്നതല്ല, വീട്ടിലെത്തുമ്പോഴേക്ക് ചില ഓൺലൈൻ ലിങ്കുകൾ, ചില മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട ലിങ്കുകൾ, ചില പിന്നെ സബ്മിറ്റ് ചെയ്യേണ്ട ചില ഗൂഗിൾ ഫോമുകൾ, അതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കാനോ മക്കളുടെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനോ പറ്റുന്നില്ല എന്നുള്ളത് ഒരു 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 പാരൻറ്റിങ് ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഒരമ്മ പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്ത, അത് വളരെ ചെറിയ പ്രായത്തിലായാലും ശരി കൗമാരപ്രായത്തിലായാലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഫാമിലി സിറ്റുവേഷന് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ കുട്ടിക്ക് പറയാനുണ്ട്, കുട്ടിയെ കേൾക്കേണ്ടതുണ്ട്, കുട്ടിക്ക് ഷെയർ ചെയ്യാനുണ്ട്, കുട്ടിക്ക് ഷെയർ ചെയ്യാനുള്ള അവസരം കിട്ടേണ്ടതുണ്ട്. ഇതുണ്ടാക്കി കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് കാര്യമാണ്, ഈ പറഞ്ഞതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ലാക്ക് ഓഫ് ടൈം, സമയമില്ല എന്നുള്ളത്. ഇതുപോലുള്ള 100 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സമയമില്ലാതായിരിക്കുന്നു. പഴയ കാലത്ത് അടുപ്പ് കത്തിച്ചപ്പോഴും വെള്ളം കോരിയപ്പോഴും ഒക്കെ നമുക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ, ഇന്ന് എല്ലാത്തിനും യന്ത്രങ്ങൾ നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ പോലും നമുക്ക് സമയമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് പാരൻറ്റിങ്ങിൽ സമയം ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എംപ്ലോയിങ് പാരൻസ് നമ്മൾ പറഞ്ഞു, പണ്ട് മാതാപിതാ രണ്ടുപേരും ജോലിക്ക് പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ, ഇപ്പം നമുക്കറിയാലോ ബേബി സിറ്റിങ്ങിൻ്റെ കാലമാണ്. പണ്ടൊക്കെ നമ്മൾ നഴ്സറി പ്രായമായാലാണ് കുട്ടികളെ പറഞ്ഞയച്ചിരുന്നതെങ്കിൽ, ഇന്ന് നമ്മൾ അതിൻ്റെയും മുമ്പ് ബേബി സിറ്റിങ്ങിൽ ഇരുത്തിക്കൊണ്ട് ജോലിക്ക് പോകുന്ന അവസ്ഥയിലാണുള്ളത്. അതുപോലെ തന്നെയാണ് ഹൈ എക്സ്പെക്റ്റേഷൻസ്. നമുക്ക് 1 2 കുട്ടികളാണ്. പഴയ കാലത്ത് നമ്മൾ തമാശ പറയാറുണ്ടല്ലോ, സാധാരണഗതിയിൽ നമുക്കൊരു വീട്ടിൽ കുറേ കുട്ടികളുണ്ടാവും. അതിൽ 1 2 കുട്ടിയൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ കൃഷി നോക്കാനും അതുപോലെ തന്നെ പശുവിനെ നോക്കാനും ഒക്കെ ആളുണ്ടാവേണ്ടതുണ്ട്. പല അമ്മമാരും ചിലപ്പോൾ സമാധാനിക്കാറുണ്ട്, സാരല്ല 5 കുട്ടികളിൽ 4 പഠിക്കുന്നുണ്ടല്ലോ, ഒന്നല്ലേ പഠിക്കാത്തത്, ഒന്ന് അച്ഛനെ പോലും കിടക്കട്ടെ എന്ന് സമാധാനിക്കാറുണ്ടെന്ന് തമാശ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് പറയാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമുക്ക് 1 2 കുട്ടികളാണുള്ളത്. ഈ കുട്ടികൾ വളർന്നു വന്നിട്ട്, കാരണം കുട്ടികളെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാലത്തൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നല്ല പണം ചെലവാക്കി മക്കളെ പഠിപ്പിച്ച് ഉയർന്ന മേഖലയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ കുട്ടിക്ക് അതിനുള്ള കഴിവുണ്ടോ, കുട്ടിക്ക് അതിനുള്ള IQ, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ടോ, കുട്ടിക്ക് അതിനുള്ള സ്കില്ലുണ്ടോ, ആ കുട്ടിയെ ആ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന തരത്തിൽ ശേഷിയുള്ള കുട്ടിയാണോ, ഇതൊന്നും പലപ്പോഴും നോക്കാറില്ല. പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുട്ടികളുടെ കേസിൽ, ഒരുപാട് കേസിൽ കുട്ടികളെ കാണുന്ന സമയത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി പല സ്ഥലത്തും കൊണ്ടുപോയിട്ടുള്ള കുട്ടികളെ കൗൺസിലിങ്ങിന് കാണുന്ന സമയത്ത് ആ മക്കൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സങ്കടമുള്ളത്, ഇതൊന്നും പഠിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ എടുക്കുന്ന പല കാര്യങ്ങളും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്തേ ഇതിന് പോയി എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ നിർബന്ധമാണ്, അമ്മയുടെ നിർബന്ധമാണ്. പ്രത്യേകിച്ചും കേരളക്കാർ പലപ്പോഴും പ്രവാസി രക്ഷിതാക്കളായതുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മക്കളുടെ ഇത്തരം കഴിവുകളൊന്നും നോക്കാതെ അവരെ എന്തെങ്കിലും ആക്കി മാറ്റണമെന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി അവരുടെ സ്കില്ലോ അവരുടെ IQ-യോ അവരുടെ ആപ്റ്റിറ്റ്യൂഡോ അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റോ അവരുടെ ആറ്റിറ്റ്യൂഡോ ഒന്നും പരിഗണിക്കാതെ കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങളിൽ ചേർക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഈ എക്സ്പെക്റ്റേഷൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ബിഹേവിയർ ഡിസോർഡറുകളായിട്ട്, പെരുമാറ്റ വൈകല്യമായിട്ട്, പലതരത്തിലുള്ള അഡിക്ഷനായിട്ട് ഒക്കെ മാറുന്നു എന്നുള്ളത്
നമ്മൾ ഇതിനോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. അപ്പം ഈ സാഹചര്യത്തിലൊക്കെയും ഇതിനൊക്കെ നേരിടണമെങ്കിൽ നമുക്ക് പാരൻറ്റിങ്, പിന്നെ ഇന്നത്തെ ജനറേഷനെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് 6G ജനറേഷൻ എന്നുള്ളതാണ്. നമ്മുടെ ഫോണ് 4Gയിൽ നിന്ന് 5Gയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 5G അധികകാലം നിൽക്കില്ല. നമ്മളിപ്പോൾ 7Gയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളും ഒരു 6G ജനറേഷനായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ 6G ജനറേഷൻ എന്നുള്ളത് ഉടൻ പറയാം. മാത്രമല്ല ലൈഫ് ഓൺലൈനായിട്ട് മാറി. നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് മാറി. രക്ഷിതാക്കൾ മുഴുവൻ പറയുന്നത് കോവിഡിന് ശേഷമാണ്. കോവിഡ് കാലത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഫോൺ കൊടുത്തു, പക്ഷേ ഇനി അത് തിരിച്ചു വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല കുട്ടികൾ ഓൺലൈനായിട്ട് ജീവിക്കുന്നു എന്ന്, നമ്മളെല്ലാം ഓൺലൈനായിട്ട് വാങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇത് പലപ്പോഴും പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഓൺലൈൻ ഗെയിമുകൾ, ഓൺലൈൻ പർച്ചേസുകൾ, ഓൺലൈൻ റിലേഷൻഷിപ്പുകൾ. നമ്മൾ അടുത്ത കാലത്തല്ലേ നമ്മൾ പത്രത്തിൽ വായിച്ചത്, കേരളത്തിൽ നിന്ന് 4 കുട്ടികൾ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വീട് വിട്ടിറങ്ങി, ട്രെയിനിൽ കയറി. അവരെ പിടിച്ചന്വേഷിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് കൊറിയയിൽ പോകണം എന്നുള്ളതാണ്. എങ്ങനെ പോകണം എന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. കാരണം കൊറിയൻ ബാൻഡുകളാണ് ഇപ്പം നമ്മളെ കുട്ടികൾ ഫോളോ ചെയ്യുന്നത്. കൊറിയൻ മ്യൂസിക് ബാൻഡിനെയാണ്, ഓസ്ട്രേലിയൻ ഗ്രൂപ്പിനെയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു കുട്ടിയുടെ കേസ് ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ കേസിൽ കുട്ടി എനിക്കൊരു ഡയറിയാണ് തന്നത്. കഥ മുഴുവൻ പറയുന്നതിനേക്കാളും നല്ലത് സാർ ഈ ഡയറി നോക്കുന്നതാണ്. അപ്പോൾ ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല. പ്രത്യേകിച്ചും പിന്നെ വളരെ കുറച്ച് വെജിറ്റബിൾസ് മാത്രമാണ് കുട്ടി കഴിക്കുന്നത്. ഓൾറെഡി മെൻസ്ട്രുവേഷനൊക്കെ ആരംഭിച്ച കുട്ടിയായിരുന്നു. കുട്ടി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് കുട്ടിയുടെ ഈ മെൻസ്ട്രുവേഷനൊക്കെ നിന്നുപോയി. കുട്ടി അനീമിക്കായി, മെൻസ്ട്രുവേഷനൊക്കെ നിന്നുപോയി. അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർമാർ എന്ത് പറഞ്ഞിട്ടും കുട്ടി ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അവസാനം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോർമലായപ്പോഴാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ഡയറി വായിച്ചു ഒപ്പിക്കുമ്പോൾ മനസ്സിലായത്, ആ ഗ്രൂപ്പിൻ്റെ പേരിപ്പം ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നുള്ളൊരു ഗ്രൂപ്പിൽ അംഗമാണ് കുട്ടി, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാണ്. ആ ഗ്രൂപ്പിൻ്റെ നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു തരത്തിലുള്ള ജീവിയെയും നമ്മൾ ഉപദ്രവിക്കരുത്, അത് ഭക്ഷണമായിട്ട് കഴിക്കരുത് എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവള് തുകലുപയോഗിച്ചുകൊണ്ടുള്ള ചെരുപ്പ് ധരിക്കില്ല, വീട്ടിലുള്ള പല ചെയറിലും ഇവൾ ഇരിക്കില്ല, അതുപോലെ ഉണ്ടാക്കുന്ന ഇങ്ങനെ മത്സ്യമോ മാംസമോ വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫുഡും കഴിക്കില്ല, മിൽക്ക് പ്രോഡക്ട്സോ ഉപയോഗിക്കില്ല. അപ്പോൾ ആ ഗ്രൂപ്പ് അവൾ എനിക്ക് കാണിച്ചു തന്നു, ആ ഗ്രൂപ്പിൻ്റെ നിർദ്ദേശങ്ങൾ. ഇത് ഏകദേശം 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ആ ഗ്രൂപ്പിനെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന നിർദ്ദേശമാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലൈഫ് കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് ഓൺലൈനായിട്ട് മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സമാനമായ ഇപ്പോൾ പല കുട്ടികളും അവരുടെ ഡയറി അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് ഒക്കെയാണ് കാണിച്ചു തരാറുള്ളത് കൊറിയൻ ഗ്രൂപ്പിനോട്, ഓസ്ട്രേലിയയിലോടുള്ള ചില എന്താണ് മ്യൂസിക് ബാൻഡ്സിനോട്, ഗ്രൂപ്പിനോട്. അതേപോലെ ഇതുപോലെയുള്ള വല്ലാത്ത ഒരു അടങ്ങാത്ത ഒരു ഇഷ്ടവും താല്പര്യവും അവരുടെ ഫാൻസൊക്കെ ആയിട്ട് മാറുകയാണ് ചെറിയ കുട്ടികൾ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. അപ്പം ഇങ്ങനെ ഒരു ഓൺലൈൻ ലൈഫിലേക്ക് നമ്മൾ മാറിയ സമയത്ത് പക്ഷെ നമ്മുടെ പാരൻസ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, ആ കുട്ടിയുടെ രക്ഷിതാവിനോട് ഞാൻ ഇങ്ങനൊരു ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞപ്പം അങ്ങനൊരു ഗ്രൂപ്പ് ഉള്ളതും ആ ഗ്രൂപ്പിൽ അംഗമായതുമൊക്കെ അവരാദ്യമായിട്ടാണ് അറിയുന്നത്. നമ്മൾ ഈ കുട്ടിയുമായിട്ട് നല്ല റാപ്പോ ബിൽഡ് ചെയ്തുകൊണ്ട്, ഇവിടെ ഈ കൂട്ടത്തിൽ ഒരുപാട് കൗൺസിലേഴ്സ് ഇരിക്കുന്നുണ്ട്. ഈ രക്ഷിതാക്കൾ സംസാരിക്കുമ്പം കിട്ടാത്ത പല കാര്യങ്ങളും നമുക്ക് കിട്ടുമല്ലോ. കാരണം കുട്ടികളുമായിട്ട് നമ്മൾ നല്ല റാപ്പോ ബിൽഡ് ചെയ്ത് അവരുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് അവരുമായിട്ട് വേണ്ട പോലെ കമ്പനിയായി, അവരെ കുറ്റപ്പെടുത്താതെ ഉപദേശിക്കാതെ അവർ സംസാരിക്കുമ്പോൾ രക്ഷിതാക്കളോട് പറയാത്ത, മറ്റുള്ളവരോട് പറയാത്ത പലതും അവർ നമ്മളോട് പറയും. അങ്ങനെ കേട്ടപ്പോഴാണ് നമ്മളും യൂട്യൂബിന് അതിൽ ഗൂഗിളിലൊക്കെ കയറിയിട്ട് ഈ ഗ്രൂപ്പുകളെ പറ്റിയൊക്കെ നോക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ പെട്ടുകിടക്കുകയാണ് നമ്മളുടെ കുട്ടികൾ എന്നുള്ളത്. കേരളത്തിൻ്റെ ഒരു പ്രശ്നം, മിക്ക വീട്ടിലും നമുക്ക് വൈഫൈ ഉണ്ട്. കുട്ടികൾ വളരെ വിദഗ്ധരാണ്. അവർ പഠിക്കാനെന്ന് പറഞ്ഞിട്ട് രക്ഷിതാവിൻ്റെ ഫോണ് സുഖകരമായിട്ട് കൈക്കലാക്കും. രക്ഷിതാവ് വരുന്ന സമയത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കുട്ടികൾ സർക്കാർ ഇപ്പം ഓർഡർ ഇട്ടോ,
ഓൺലൈൻ വഴി അധ്യാപകർ യാതൊരുവിധ പാഠഭാഗങ്ങളും കുട്ടിക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. എത്ര രക്ഷിതാക്കൾ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും കുട്ടികൾ ചോദിക്കുന്നത് പഠിക്കാനുള്ള അസൈൻമെൻറ്റ് ഫോണിലാണ് വരിക. ഈ അസൈൻമെൻറ്റിൻ്റെ പേരും പറഞ്ഞ് ഫോൺ വാങ്ങിയിട്ട് ഇത്തരത്തിൽപ്പെട്ട ഗ്രൂപ്പുകളിൽ കയറുകയാണ്. കാരണം പല പാരൻസും ചിലപ്പോൾ വിദേശത്തായിരിക്കും, എന്താണ് അച്ഛന്മാർ വിദേശത്തായിരിക്കും, അമ്മമാർക്കാണെങ്കിൽ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ധാരണയുണ്ടാവില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ രക്ഷിതാക്കളെ കബളിപ്പിച്ച് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, ഇത്തരം കാര്യങ്ങളിൽ മെമ്പറാവുന്നു, ഇത്തരം കാര്യങ്ങളിൽ രക്ഷിതാക്കളുടെ പൈസ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുന്ന കുട്ടികൾ വരെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേസിൽ ഇടപെടുന്നത് കൊണ്ടാണ് നമ്മൾ പോലും ഇതിൽപ്പെടുന്ന പല കാര്യങ്ങളെപ്പറ്റിയും മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പാരൻസ് എങ്ങനെ മാറണം, എങ്ങനെ വളരണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളിടത്തുനിന്ന് കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നത്. അതുപോലെ തന്നെയാണ് സിംഗിൾ പാരൻ്റ് ഫാമിലീസ്. നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം നമ്മൾ ഒരു കാലഘട്ടത്തിൽ പുരുഷന്മാർ സ്ത്രീകളെയാണ് ഡിവോഴ്സ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഓരോ 5 മിനിറ്റിലും നമ്മുടെ കുടുംബ കോടതികളിൽ ഡിവോഴ്സിനുള്ള പെറ്റീഷൻ പോകുന്നതിൽ നല്ലൊരു ശതമാനവും സ്ത്രീകളാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഒരു തരം അങ്ങനെ ഡിവോഴ്സിലേക്ക് പോകുന്നു. മറ്റൊന്ന് ഇമോഷണൽ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അമ്മ മാത്രം കുട്ടികളെ വളർത്തുന്ന അല്ലെങ്കിൽ അച്ഛൻ മാത്രം കുട്ടികളെ വളർത്തുന്ന തലത്തിലേക്ക് സിംഗിൾ പാരൻ്റ് ഫാമിലികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സിംഗിൾ പാരൻ്റ് ആവുന്ന സമയത്ത് കുട്ടികളെ വളർത്തുന്ന സമയത്ത് അമ്മ കൊടുക്കേണ്ടതും അച്ഛൻ കൊടുക്കേണ്ടതും രണ്ടുപേരെടുത്തൊന്നും കിട്ടേണ്ട ഇമോഷണൽ സപ്പോർട്ടുകൾ, ഫൈനാൻഷ്യലി ചിലപ്പം അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അമ്മ കേപ്പബിൾ ആയിരിക്കും. പക്ഷേ ഇമോഷണൽ സപ്പോർട്ട്, സൈക്കോളജിക്കൽ സപ്പോർട്ട് പലപ്പോഴും കുട്ടിക്ക് കിട്ടാതെ പോകുമ്പോൾ കുട്ടിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പം ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഇപ്പോൾ സിംഗിൾ പാരൻ്റായിട്ട് കുട്ടികളെ വളർത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്ട്രെസ്സസ്, ഒരുപാട് തരത്തിലുള്ള സാമ്പത്തിക സ്ട്രെസ്സുകൾ നമ്മളുടെ ഫാമിലികൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ ഇൻക്രീസിങ് കോമ്പറ്റീഷൻ, ഇപ്പം മത്സരമാണ്, എവിടെയും നമുക്ക് മത്സരങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ വർഷവും കലാമേളയിൽ നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. റിസൾട്ട് വന്ന സമയത്ത് ഒരു കുട്ടിക്ക് സ്റ്റേജിൽ കുഴഞ്ഞു വീണ വാർത്ത നമ്മൾ വായിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മത്സരിച്ച് ഒന്നാമതെത്താൻ വേണ്ടി നമ്മൾ മത്സരിപ്പിക്കുന്ന സമയത്ത് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് കുട്ടികൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ മത്സരാധിഷ്ഠിത ലോകത്ത് അതിനെ ഫേസ് ചെയ്യാൻ, തോൽക്കാൻ പഠിക്കാൻ നമ്മളെ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കേണ്ടതിടത്തും രക്ഷിതാക്കളുടെ പങ്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് സ്കൂൾ റിലേറ്റഡ് സ്ട്രെസ്സസ്. ഇപ്പോൾ ഈ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ സ്കൂളിലെ സംഗതികൾ. സ്കൂളുകൾ ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ പണ്ട് ഇറങ്ങിയ സിനിമ പോലെയാണ്, തല്ലുമാലകളാണ്. എല്ലാ ദിവസവും +1കാരും +2കാരും തമ്മിൽ, 10ാം ക്ലാസ്സുകാരും +1കാരും തമ്മിൽ, 10ാം ക്ലാസ്സുകാർ തമ്മിൽ കേരളത്തിൽ തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു റീൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരതിനെ ചോദ്യം ചെയ്യുന്നു. +1കാരനിട്ടാൽ +2കാരൻ ചോദിക്കുന്നത് ഞങ്ങളുണ്ടാവുമ്പം ഇതിടാൻ പാടുണ്ടോ? പിന്നെ തല്ലാണ്. തല്ലെന്ന് പറഞ്ഞാൽ ചെറിയ തല്ലൊന്നുമല്ല. അപ്പോൾ ഓക്കെ, അങ്ങനെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സ്കൂൾ റിലേറ്റഡോ അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അതിലേക്ക് വന്നത്. ഒരുപാട് രക്ഷിതാക്കൾ ഇപ്പോൾ പറയുന്നത് സ്കൂളിലേക്ക് ധൈര്യമായിട്ട് പറഞ്ഞേക്കാൻ ധൈര്യമില്ല എന്നുള്ളതാണ്. ഒന്ന്, ലഹരി. 2, ചില കൂട്ടുകെട്ടുകൾ. 3, സ്കൂൾ ബേസ് ചെയ്തുകൊണ്ട് റാഞ്ചി നടക്കുന്ന മാഫിയ സംഘങ്ങൾ. 4, പ്രണയ പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ ഈ പറയുന്ന തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം പോലുള്ള ഗ്രൂപ്പുകളിലെ അതിപ്രസരങ്ങൾ. ഇതൊക്കെ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് അവരെ കൂടുതൽ ബാധിക്കുകയും പ്രശ്നങ്ങളാവുകയും ചെയ്യുമെന്നു എന്നുള്ളത് കൊണ്ട് സ്കൂളിലേക്ക് പറഞ്ഞേക്കാനും പേടിയാണ് എന്നുള്ളതാണ്.
അധ്യാപകർക്കും പരിമിതികളുണ്ട്. കാരണം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ സീരിയസ് ആയിട്ട് ഇടപെടാൻ അധ്യാപകർക്ക് പേടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണല്ലോ തിരുവനന്തപുരത്ത് പ്രിൻസിപ്പൽക്ക് കുട്ടിയുടെ ഭാഗത്തുനിന്ന് കസാരയോട് അടി കിട്ടിയത്. കാരണം അടി കിട്ടിയാൽ കൊള്ളുക എന്നല്ലാതെ നിലവിലുള്ള നിയമം അനുസരിച്ചുകൊണ്ട് കുട്ടിക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പല അധ്യാപകരും ഇപ്പോൾ പറയുന്നത് ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ തടി നമ്മൾ തന്നെ നോക്കണം എന്നുള്ളതാണ്. അപ്പം നിയമത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതേ സമയത്താണ് ആവേശം പോലുള്ള സിനിമകൾ. ആവേശം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റായിട്ടുള്ള 100 കോടി 150 കോടിയൊക്കെ വാങ്ങിയിട്ടുള്ള സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന തീം നിങ്ങൾ ആ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലപ്പോഴും വളരെ ഇപ്പം എന്താണ് കുട്ടികളെ വളരെ തെറ്റായിട്ടുള്ള അതിലൊരു പാട്ട് ഇല്ലൂമിനാറ്റി പാട്ടൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പാട്ടാണ്. കുട്ടികളെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള സിനിമകൾ, അതുപോലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ, അതുപോലെ തന്നെ പല നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ വെറുതെ കയറിയാൽ പോലും കുട്ടികളുടെ മുമ്പിലേക്ക് എത്തുന്ന അപകടം നിറഞ്ഞ സൈറ്റുകൾ, ഇങ്ങനെ വരുന്ന ഒത്തിരി കാര്യങ്ങൾ സ്കൂൾ സ്ട്രെസ്സും രക്ഷിതാക്കൾക്ക് വളരെ കൂടുതൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇതിനെയൊക്കെ നമുക്ക് മറികടക്കണമെന്നുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റൂ, മനസ്സിലാക്കിയേ പറ്റൂ. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വർഗീയ കലാപങ്ങൾ, സോഷ്യൽ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ തർക്കങ്ങൾ, ഇതൊക്കെ കുട്ടികളെ മറ്റു തരത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന സംഗതിയാണ് ചിൽഡ്രൻ ഓഫ് പ്രവാസി മലയാളീസ്. കേരളത്തിലെ പല രക്ഷിതാക്കളും പുറത്താണല്ലോ. അതുകൊണ്ട് തന്നെ പ്രവാസികളായിട്ടുള്ള മലയാളികൾ ഡിസ്റ്റൻ്റ് പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിറ്റൽ പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു സംഗതി ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പശ്ചാത്തലത്തിലൊക്കെയാണ് നമ്മൾ പാരൻറ്റിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഈ 6G ജനറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തത്, നമ്മുടെ കുട്ടികളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, സോഷ്യൽ മീഡിയയാണ് നമ്മുടെ കുട്ടികളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സമയത്ത് കാര്യമായിട്ടും മക്കളുടെ കാര്യത്തിൽ അത് വാട്സാപ്പും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമുമാണ് നമ്മുടെ കുട്ടികളെ ഇന്ന്. ഇൻസ്റ്റാഗ്രാമിലെ റീലിന് ഈ അടുത്ത സമയത്ത് കണ്ട ഒരു പെൺകുട്ടി പറഞ്ഞത്, നന്നായി പഠിക്കുന്ന ഒരു കുട്ടി വളരെ പെട്ടെന്ന് പഠനത്തിൽ പിന്നോക്കമായതിന് കൗൺസിലിങ്ങിന് വന്ന സമയത്ത് സംസാരിച്ചപ്പോൾ അവൾക്ക് സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവളുടെ റീലിന് ലൈക്ക് കുറഞ്ഞതാണ് കാരണം. റീലിൻ്റെ ലൈക്ക് കുറഞ്ഞ സമയത്ത് അവൾ എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്രസീവ് സിംറ്റത്തിലേക്ക് പോയി. ഡിപ്രഷൻ്റെ സ്റ്റേറ്റിലെത്തി എന്നല്ല, ഡിപ്രസീവ് സിംറ്റംസ് അവൾ കാണിച്ചു തുടങ്ങി ലൈക്കുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ. അപ്പോൾ എത്ര ലൈക്ക് കിട്ടുന്നു, ഞാൻ എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ വിസിബിളാണ്, ഇതൊക്കെയാണ് ഇന്ന് കുട്ടികളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ആ കുട്ടികളെ നമ്മൾ എങ്ങനെ വളർത്തണം, എങ്ങനെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ളത് വലിയ ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ 6Gയിൽ ഇപ്പം പിന്നെ ഗൈഡഡ് ബൈ, ഞാൻ ഈ ജി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൈഡഡ് ബൈ എന്നാണ്. നയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്, ഗൈഡഡ് ബൈ സോഷ്യൽ മീഡിയ. രണ്ടാമത് ഗൈഡഡ് ബൈ നെറ്റ്. നെറ്റ് എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത് ഇൻ്റർനെറ്റ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, പലതരത്തിലുള്ള വലകളാണ്. ഗൈഡഡ് ബൈ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഗ്രൂപ്പുകൾ. നമ്മുടെ കുട്ടികൾ നമ്മൾ പോലും അറിയാത്ത പല ഗ്രൂപ്പുകളിലും അംഗങ്ങളാണ്. അത് ഓൺലൈൻ ഗ്രൂപ്പുകളിൽ മാത്രമല്ല, ഓഫ്ലൈൻ ഗ്രൂപ്പുകളിൽ പലപ്പോഴും പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെയും തന്നെ ഒഴിവ് സമയങ്ങളിലും സ്കൂളിൻ്റെ പുറത്ത് വെച്ച് നമ്മുടെ കുട്ടികളെ കാണുകയും പലതരത്തിലുള്ള നെറ്റ്വർക്കുകളിലേക്ക് അവരെ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ. അതുകൊണ്ട് ഇവിടെ ഓൺലൈൻ നെറ്റ് മാത്രമല്ല, ഓഫ്ലൈൻ നെറ്റ്വർക്കുകളും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. മിക്ക സ്കൂളുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ആ തരത്തിൽപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ നാട്ടുകാരിടപെട്ടുകൊണ്ട് അതിനെ മനോഹരമായിട്ട് പിന്നെ തടയിടാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ പോലും ഈ തരത്തിൽപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ഓൺലൈനിൽ നടക്കുന്ന നെറ്റ് എന്ന് പറയുന്ന എല്ലാ തരത്തിൽപ്പെട്ട, നേരത്തെ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതേപോലെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളുണ്ട്, കൂട്ടുകെട്ടുകളുണ്ട്, ഇങ്ങനെ വരുന്ന എല്ലാ സംഗതികളും ഗൈഡഡ് ബൈ നെറ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ ജി. മൂന്നാമത്തെ ജി എന്ന് പറയുന്നത് ഗൈഡഡ് ബൈ എക്സ്റ്റേണൽ ഏജൻസീസ്. നമ്മൾ പറഞ്ഞല്ലോ, പല പുറത്തുള്ള ഇപ്പോൾ കൊറിയൻ ബാൻഡുകൾ,
അതേപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ചില പ്രത്യേക ഗ്രൂപ്പ് ഏജൻസികൾ, ഇങ്ങനെ വരുന്ന പലരുമാണ് നമ്മുടെ കുട്ടികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ പിയേഴ്സ്, പ്രത്യേകിച്ചും അഡോളസൻസിൽ ഗൈഡഡ് ബൈ പിയേഴ്സ് ആണ്. കൂട്ടുകാരെന്താണോ അതാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കൂട്ടുകാരന് ബൈക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ബൈക്കില്ലെങ്കിൽ പ്രശ്നമാണ്. കൂട്ടുകാരന് ആപ്പിൾ ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് ആപ്പിൾ ഫോൺ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇതൊക്കെ വീടുകളിൽ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നു. അതിൻ്റെ പേരിൽ ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കുട്ടി ചെയ്ത കാര്യം, അപ്പം അത് മിഞ്ഞാന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സെറ്റിൽ ചെയ്ത കാര്യം കൂടിയാണ്. വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുത്തു കൊണ്ടുപോയി വിറ്റ് അതിൻ്റെ ക്യാഷ് ഉപയോഗിച്ച് കൂട്ടുകാരെ പോയിട്ട് വലിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയും വലിയ യാത്രകൾ പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്ത് നടപ്പാക്കുക. വീട്ടുകാരാദ്യം ഈ വിവരം അറിഞ്ഞില്ല. അങ്ങനെ 2 ദിവസത്തേക്ക് കുട്ടിയെ കാണാതായ സമയത്താണ് വിവരം പോലീസിൽ അറിയിക്കുന്നത്. പോലീസ് ഈ കുട്ടിയെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കുന്നതും അതിൻ്റെ ആവശ്യവും കാര്യങ്ങളും ഒക്കെ ആ കുട്ടി പോലീസിനോട് തുറന്നു പറഞ്ഞത്. ഇപ്പം നമുക്ക് നേരമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ അറിയ പോലുമില്ല. ഇതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത്, എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ അവരുടെ സ്റ്റാൻഡേർഡിൽ അവരുടെ നിലവാരത്തിൽ ഞാൻ എത്താൻ വേണ്ടിയിട്ടാണ് ഈ കളവുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയതെന്നാണ് 17 വയസ്സുള്ള ഈ പയ്യൻ പോലീസിനോട് പറഞ്ഞത്. അപ്പം ഗൈഡഡ് ബൈ പിയേഴ്സ് ആണ്. അടുത്തത് ഗൈഡഡ് ബൈ ഓൺലൈനാണ്. നമ്മൾ പറഞ്ഞു ഓൺലൈനാണ് ഇവരെ ഗൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഗൈഡഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം ഈ ഇങ്ങനെ വരുന്ന ഒരു ജനറേഷനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ആഡ് ചെയ്യാനുണ്ടാവും എന്ന് എനിക്കറിയാം. അവസാനം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഒരു കൗൺസിലിംഗ് സെറ്റപ്പിൽ അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ ഇതിലിരിക്കുന്ന പല ആളുകളും നല്ല കൗൺസിലേഴ്സ് ഉണ്ട്, നല്ല ട്രെയിനേഴ്സ് ഉണ്ട്, ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്കും പറയാനുണ്ടാവും. അപ്പം നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ കൂടി ഒരു 5 മിനിറ്റ് കൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് കോഴ്സിനെ പറ്റി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഇൻട്രാക്ഷനിലേക്ക് വരാം. നമ്മൾ പാരൻറ്റിങ്ങിന് വേണ്ടി കൃത്യമായിട്ട് പ്രിപ്പറേഷൻ നടത്തേണ്ടതുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അത് എപ്പം മുതൽ തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രീ മാരിറ്റൽ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരു കുട്ടി നമ്മൾ ഉണ്ടാവാൻ പ്ലാൻ ചെയ്യുന്നത് മുതൽ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കൗമാരപ്രായത്തിലെത്തി പിടികിട്ടാതെ വരുമ്പോഴാണ് പലപ്പോഴും പാരൻറ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഏർലി ഫൗണ്ടേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടിയെ വളർത്തുന്നിടത്ത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കൗമാരപ്രായത്തിൽ എത്തുന്ന സമയത്ത് നമുക്ക് ആ കുട്ടികളെ കുട്ടികൾക്കും നമുക്കും ആരോഗ്യകരമായ രീതിയിൽ വളർത്താൻ പറ്റുക. ഇനി ഇൻ കേസ് നമ്മുടെ കുട്ടികൾ വളർന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ റീപാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് അന്ന് കൊടുക്കാൻ പറ്റാതെ പോയ ചില സംഗതികൾ സപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ആ കുട്ടികളിലേക്ക് നമുക്ക് ഒന്നുകൂടി അടുത്ത് ഒന്നുകൂടി കുട്ടികളുമായിട്ട് നമ്മൾ സൈക്കോളജിക്കലി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ട് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. ആ അർത്ഥത്തിലൊക്കെയും തന്നെ നമുക്ക് പാരൻറ്റിങ്ങിന് ഒരു പ്രിപ്പറേഷൻ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇതൊന്നും നമ്മൾ മാത്രം അനുഭവിക്കുന്ന പ്രശ്നമൊന്നുമല്ല കേട്ടോ, കേരളക്കാർ മാത്രം അനുഭവിക്കുന്ന പ്രശ്നമല്ല. ലോകത്ത് മൊത്തത്തിൽ പാരൻറ്റിങ് ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് തരത്തിലുള്ള നമ്മുടെ ഫിസിക്കൽ ആയിട്ട് നമ്മൾ പാരൻറ്റിങ്ങിന് പറ്റുന്ന തലത്തിലേക്ക്, അതായത് ഇത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ഫിസിക്കലി ഫിറ്റായിട്ട്, മെൻ്റലി ഫിറ്റായിട്ട്, ഇമോഷണലി ഫിറ്റായിട്ട് വേണം നമ്മൾ ശരിക്കും. കാരണം ഗർഭാവസ്ഥയിൽ
ഉണ്ടാവുന്ന മാതാവിൻ്റെ ചിന്തകളും വീട്ടിലെ അവസ്ഥകളും ഒക്കെയും തന്നെ കുഞ്ഞിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുമെന്നുള്ളിടത്തുനിന്ന് തുടങ്ങണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മാനസികമായിട്ടും വൈകാരികമായിട്ടും, കാരണം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് പാരൻറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുപോലെ ഒരു കുട്ടിയെ വളർത്തണമെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ സെറ്റപ്പ് കുട്ടി അറിയണം. അപ്പം വെറുതെ നമ്മൾ തമാശക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഇവിടെ കൂടുതലും ഞാൻ മനസ്സിലാക്കുന്നത് പുരുഷന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. കൂടുതൽ കാണുന്നത് അങ്ങനെയാണ്. പേര് കാണുന്നത് കൊണ്ട് ഒരുപക്ഷെ പിന്നെ കംപ്ലീറ്റ് ഒറ്റ സ്ക്രീനിൽ കാണാൻ പറ്റാത്തതായിരിക്കും. ആവശ്യത്തിന് സ്ത്രീകളും ഉണ്ടായിരിക്കാം. ഈ കൂട്ടത്തിലുള്ള എത്ര സ്ത്രീകൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വരുമാനത്തെക്കുറിച്ച് അറിയാം? ഉത്തരം പറയാൻ വേണ്ടിയല്ല, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഒരു പക്ഷേ ഭാര്യ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ശമ്പളത്തെപ്പറ്റി കാര്യങ്ങളെപ്പറ്റി മിക്കവാറും ഒരു ധാരണ ഉണ്ടായിരിക്കും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ. പക്ഷേ എത്ര ഭാര്യമാർക്ക് ഹസ്ബൻഡിൻ്റെ വരുമാനത്തെക്കുറിച്ച് അറിയാം? എത്ര കുട്ടികൾക്ക് മാതാപിതാക്കളുടെ വരുമാനത്തെക്കുറിച്ചറിയാം? ഒരു മാസത്തിൽ എത്രത്തോളം പണം ചെലവഴിക്കാൻ നമ്മുടെ പിന്നെ കുട്ടികൾക്കും അല്ലെങ്കിൽ വീട്ടുകാർക്ക് പറ്റുമെന്നുള്ളതിനെപ്പറ്റി വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ടോ? ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ എത്രത്തോളം അറിയാം എന്നുള്ളത് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ശരിക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ പറയാറുള്ളത്, നമ്മൾ കഷ്ടപ്പെട്ടാണ് വളർന്നതെങ്കിൽ നമ്മുടെ കുട്ടി അതൊന്നും അറിയരുത് എന്ന് പറഞ്ഞ് വളർത്തുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുകയും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം പലപ്പോഴും നമ്മൾ മലയാളി പാരൻസിൽ കാണാറുണ്ട്. അപ്പോൾ കുട്ടി മനസ്സിലാക്കുന്ന ഒരു കാര്യം, എനിക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് കിട്ടണം എന്നുള്ളതാണ്. അത് വലിയ ആഗ്രഹങ്ങളായി മാറുമ്പോൾ, ഇപ്പോൾ ബൈക്ക് എന്ന് പറയുന്നത് കുട്ടി ഇപ്പോൾ ബൈക്ക് എന്നല്ല പറയാ, ബൈക്കിൻ്റെ കമ്പനിയും ബൈക്കിൻ്റെ പേരും പറഞ്ഞിട്ട് ആ ബൈക്ക് വേണമെന്നാണ് പറയാ. ഫോണ് കുട്ടി അതിൻ്റെ ബ്രാൻഡ് നെയിം അടക്കം പഠിച്ചിട്ട് അത് വേണമെന്നാണ് പറയുന്നത്. ഡ്രസ്സ് ഏത് ബ്രാൻഡ് വേണമെന്നാണ് പറയുന്നത്. ഇത് വാങ്ങിക്കൊടുക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് വീട്ടിൽ പിന്നെ ഉണ്ടാവുന്നത് പ്രശ്നങ്ങളാണ്. ഇത്തരം കേസുകളൊക്കെയും പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് മിക്ക കേസിലും, ഒക്കെയും നമുക്ക് പറയാൻ പറ്റില്ല, മറ്റ് കാരണങ്ങളുണ്ട്, മിക്ക കേസിലും കുട്ടിക്കറിയില്ല എത്രത്തോളം എനിക്ക് ചെലവഴിക്കാൻ പറ്റും, എത്രത്തോളം ഈ വീട്ടിൽ എനിക്ക് സമ്പാദ്യം ചെലവഴിക്കാനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ വരുമാനം എന്താണ്. അതുകൊണ്ട് ഫൈനാൻഷ്യലി കൂടി നമ്മൾ എന്താവേണ്ടതുണ്ട്, ശരിക്കും പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഭൗതികമായിട്ടുള്ള ഫിസിക്കൽ സെറ്റിങ്സ്, മാനസികമായിട്ട് നമ്മൾ കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ളിടത്തുള്ള മാനസിക വളർച്ച നമ്മളെത്തേണ്ടതുണ്ട്. വൈകാരികമായിട്ട് നമ്മുടെ ഇമോഷൻസ് എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളിടത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ സോഷ്യൽ സെറ്റപ്പിൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി, ഫ്രണ്ട്സിനോട് രക്ഷിതാക്കളെ പറ്റി പറയാൻ മടിയുള്ള കുട്ടികളുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ അച്ഛൻ പറയുന്നത്, അമ്മ പറയുന്നത്, അവരുടെ ഫ്രണ്ട്സ് അവരെ കളിയാക്കുമെന്ന് പറയുന്ന കുട്ടികൾ ഉണ്ട്. അപ്പം ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ വളർച്ച മനസ്സിലാക്കുകയും അവരുടെ ശാരീരിക വളർച്ച മാത്രമേ നമ്മൾ പലപ്പോഴും കാണുന്നുള്ളൂ. അവരുടെ മാനസിക വളർച്ച, സാമൂഹിക വളർച്ച, വൈകാരിക വളർച്ച, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരോട് ഇടപെടുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറാൻ പറ്റിയെങ്കിലേ ഇനിയുള്ള കാലത്ത് നമുക്ക് പാരൻ്റ് എന്ന് പറയുന്ന രൂപത്തിൽ മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ കാണിക്കുന്നത്. റൈറ്റ്. കാരണം ഇപ്പോഴും നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, വി ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് എ ചൈൽഡ് എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു 14 വയസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന മോഡലിംഗ്, നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയും തന്നെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വ്യക്തിത്വം ഫോം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒരു 8ാം ക്ലാസ് വരെയൊക്കെയുള്ള സമയത്ത് മിക്ക കുട്ടികളും രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയത്താണ്. ആ സമയത്ത് കുട്ടിയുമായിട്ടുണ്ടാക്കുന്ന ബന്ധം നമുക്ക് പിന്നീട് കുട്ടിയെ നിയന്ത്രിക്കുന്നതിൽ ഏറെ സഹായകമാണ് എന്നുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയും തന്നെ മനസ്സിൽ വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ കൗൺസിലിംഗ് എക്സ്പീരിയൻസിലൂടെ വന്നതുകൊണ്ടാണ്, ഒരു അധ്യാപകൻ എന്ന നിലക്ക് നിരന്തരം കണ്ടതുകൊണ്ടാണ്
ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് ആലോചിച്ചത്. കാരണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏർലി ഫൗണ്ടേഷൻസ് ആർ ക്രിട്ടിക്കൽ എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ വ്യക്തി രൂപപ്പെടുന്നതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ പ്രായത്തിലാണ് ഫൗണ്ടേഷൻസ് സെറ്റ് ചെയ്യപ്പെടുന്നത്. അടിത്തറ നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പാരൻസിന് പറ്റിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇത്രയൊക്കെയാണ് പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുന്നതിന് ഇതായിട്ടുള്ളത്. ഇനി ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ കോഴ്സിൻ്റെ പറയാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് ഞാൻ നിങ്ങളുടെ ഡിസ്കഷനിലേക്ക് വരാം. അപ്പം ഈ കോഴ്സ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ടൈം ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള. സ്പെൻഡിങ് ടൈം വിത്ത് ചിൽഡ്രൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ സ്പെൻഡിങ് മണി ഓൺ ചിൽഡ്രൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ട് മനസ്സിലേക്ക് തന്നുകൊണ്ട് നമ്മൾ ഈ കോഴ്സ് അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അവരുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന തലത്തിലേക്ക്. ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്ത് അവർ എക്സ്പോസ്ഡ് ആണ് പല കാര്യങ്ങൾക്കും. മീഡിയ, അതേപോലെ തന്നെ ഗ്രൂപ്പുകൾ, നേരത്തെ പറഞ്ഞിട്ടുള്ള 6G സാഹചര്യങ്ങൾ, ഇങ്ങനെ എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ അവർക്ക് സഹായകമാകുന്ന രൂപത്തിൽ പാരൻറ്റിങ് സപ്പോർട്ട് അവർക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ, നേരത്തെ ചിത്രത്തിൽ കാണിച്ചതുപോലെ ആവശ്യമില്ലാത്തത് അൺലേൺ ചെയ്യാൻ, പുതിയത് റീലേൺ ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാനൊക്കെയാണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ സംഗതികൾ ഇൻസ്റ്റാൾ ചെയ്യാനും വേണ്ടാത്തത് അൺഇൻസ്റ്റാൾ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്ഡേറ്റ് ചെയ്യാനൊക്കെയാണ് ഈ കോഴ്സിലൂടെ നമ്മൾ പ്രോഗ്രാമിങ്ങും റീപ്രോഗ്രാമിങ്ങും ഒക്കെയാണ്. അപ്പം ഈ കോഴ്സിൽ നമ്മൾ ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ ഏകദേശം 12 സെഷൻസാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 10 മോഡ്യൂളുകൾ, 1 ഇൻട്രൊഡക്ഷനും 1 കൺക്ലൂഷനുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട മോഡ്യൂളുകൾ. നമ്മൾ ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും കോഴ്സ് ഇൻട്രൊഡക്ഷനും മാത്രമാണ് നമ്മൾ പറയുന്നത്. ഈ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് പാരൻറ്റിങ് എന്ന് പറയുന്ന ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പഠിക്കും. പ്രധാനപ്പെട്ട പാരൻറ്റിങ് സ്റ്റൈലുകൾ, കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ട്രാൻസാക്ഷണൽ അനാലിസിസ് എടുത്തിട്ടുള്ള 2 ടോപ്പിക്കുകൾ, സ്ട്രോക്കിങ്ങും ഇൻജങ്ഷൻസും 2 ടോപ്പിക്കുകൾ, കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈല്, പഠിക്കാൻ അവരെ എങ്ങനെ പ്രാപ്തരാക്കാൻ പറ്റും, എങ്ങനെയാണ് അവരിൽ ഇഫക്റ്റീവായിട്ടുള്ള ലേണിംഗ് സ്റ്റൈലുകൾ ഡെവലപ്പ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ഓരോ വളർച്ചാ ഘട്ടത്തിലും കുട്ടിക്ക് എന്താണ് കൊടുക്കേണ്ടത്, കുട്ടിയുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് നമ്മൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, അത് കണ്ടെത്തേണ്ടത്, അത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടത്, അതേപോലെ തന്നെ കൗമാര കാലഘട്ടത്തെ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയുന്നിടത്ത് ഇവിടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ 10ാമത്തെ മോഡ്യൂളിൽ ഏർലി പാരൻറ്റിങ്, ചൈൽഡ്ഹുഡ് പാരൻറ്റിങ് തുടങ്ങിയിട്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരു 10 ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡ്യൂളുകൾ ഏറ്റവും പുതിയ അറിവുകൾ വെച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു രൂപത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ആർക്കൊക്കെ ഈ കോഴ്സ് പ്രയോജനപ്പെടും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്കൊക്കെയും, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, നമ്മളെല്ലാവരും പാരൻസോ ടീച്ചേഴ്സോ ഏതെങ്കിലും കുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ ആണെങ്കിൽ ഈ കോഴ്സ് പ്രയോജനപ്പെടും എന്നുള്ളതാണ്. ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസ് ലഭ്യമായിരിക്കും, പവർ പോയിൻ്റ് പ്രസൻറ്റേഷനും ലഭ്യമായിരിക്കും. അപ്പം ഇതൊക്കെയാണ് പിന്നെ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പം ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളെ നമ്മൾ ഡീല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് ഡീല് ചെയ്യേണ്ടത്, 2 പ്രവാസികളായിട്ടുള്ള പാരൻസിന് ഡിസ്റ്റൻസിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പറ്റുക, ഇത്തരം കാര്യങ്ങളൊക്കെയും തന്നെ നമ്മൾ ഈ കോഴ്സിൻ്റെ ഒരു ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും ഒക്കെ കോഴ്സിൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിരിക്കും അതിൽ പറയുക, അവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്ന് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. അപ്പം ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ കേൾക്കാനാണ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ്.
നമ്മൾ 10 മണിക്കെങ്കിലും നമുക്ക് അവസാനിപ്പിക്കണമല്ലോ. അപ്പം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത്തരം കാര്യങ്ങളിലേക്കാണ് നമ്മളൊരു 5 മിനിറ്റ് സമയം, അത് കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഈ കോഴ്സിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കുമോ? ഈ പറഞ്ഞ ടോപ്പിക്കുകൾ കൂടാതെ ഏതെങ്കിലും ടോപ്പിക്കുകൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ടോ? അതാണ്. അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതിനാണ് ഒരു 5 മിനിറ്റ് സമയം നമ്മൾ ഉപയോഗിക്കുന്നത്. സാറേ ആ, പ്ലീസ്. സാറ് നമ്മുടെ എറിക്സന്റെ സ്റ്റേജസ് ഉണ്ടല്ലോ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ, ആ ആ അപ്പൊ അതിൽ എവിടെയെങ്കിലും നമുക്ക് പാരന്റിങ്ങിൽ ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റീപാരന്റ് ചെയ്യാം എന്നുള്ളത് സാർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന മോഡ്യൂളിൽ ആ സംഗതികൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ഓക്കെ. അവിടെ നമ്മൾ റീപാരന്റിങ് എന്ന് പറയുന്ന ട്രാൻസാക്ഷണൽ അനാലിസിസിന്റെ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നുള്ളത് പറയുന്നുണ്ട് നമ്മൾ. ഓക്കെ, ഞാൻ ആ ക്ലാസ് മുഴുവൻ കേട്ട് തീർന്നിട്ടില്ല ടിയുടെ, ആ അതിന് എന്റെ പെൻഡിങ് ആണ്. ആ ഓക്കെ ഓക്കെ സാറേ. ഓക്കെ. നമ്മളതിൽ ടിഎയിലെ കുറച്ച് നല്ല കോൺസെപ്റ്റുകൾ, കാരണം പാരന്റിങ്ങിൽ ഇനി താല്പര്യമുള്ളവർക്ക് ടിഎയിലെ ഒരു ബ്യൂട്ടിഫുൾ ബുക്ക് ഉണ്ട് കേട്ടോ, ടിഎ ഫോർ മോംസ് ആൻഡ് ഡാഡ്സ്. ചെറിയൊരു ബുക്കാണ്. ഇതിൽ ഒരുപാട് കൗൺസിലേഴ്സും ട്രെയിനേഴ്സും ഒക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് വായിക്കാവുന്ന നല്ലൊരു പുസ്തകമാണ് ടിഎ ഫോർ മോംസ് ആൻഡ് ഡാഡ്സ്, ട്രാൻസാക്ഷണൽ അനാലിസിസ് ഫോർ മോംസ് ആൻഡ് ഡാഡ്സ് എന്ന് പറയുന്നത്. ഡോക്ടർ മ്യൂരിയൽ ജെയിംസ് ആണ് അതിൻ്റെ ഓതർ, ഡോക്ടർ മ്യൂരിയൽ ജെയിംസ്. അപ്പം താല്പര്യമുള്ളവർക്ക് ആ പുസ്തകം കളക്ട് ചെയ്ത് വായിക്കാവുന്നതാണ്. നമ്മുടെ ട്രാൻസാക്ഷണൽ അനാലിസിസ് കുറച്ച് സംഗതികൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഈ പാരൻറ്റിങ്ങിലേക്ക്. കാരണം ഞാൻ പഠിച്ച ടൂളുകളിൽ ടിയുടെ കുറേ സാധ്യതകൾ പാരൻറ്റിങ്ങിൽ വളരെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് കേസ് സ്റ്റഡീസ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ഓക്കെ.